ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രോഷനാസിലേക്ക് സ്വാഗതം. ഇന്ന് അമൃതം പൊടി വെച്ചിട്ട് ഉള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതം പൊടി. ആ അമൃതം പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത്. അപ്പം പുട്ട്, അതുപോലെ കേക്ക്, എല്ലാ സാധനങ്ങളും, ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനൊരു 2 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്താണ് നമ്മളിത് പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുന്നത്. പക്ഷെ നല്ല പോലെ നനഞ്ഞിരിക്കണം. നനവ് നല്ലോണം ആയിട്ടില്ലെങ്കിൽ നമ്മൾ പുട്ട് തയ്യാറാക്കിയിട്ട് അത് എടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ നനവുണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അമൃതം പൊടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിലും കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്കത് വെറൈറ്റി രീതിയിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ തേങ്ങയ്ക്ക് പകരം ഞാൻ ഒരു മധുരമുള്ളൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വെറൈറ്റി ഡിഷസൊക്കെ എന്താണ് ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ. ഞാൻ വയനാട്ടിലാണ്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വലിയ ദുരന്തമൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിന്ന് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വീടും ഏകദേശമൊക്കെ വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അവിടുന്ന് മാറി താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ നെയ്യിലേക്ക് തന്നെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്ത് വരണമെന്നൊന്നുമില്ല, ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതൊന്ന് അത്യാവശ്യം ഒന്ന് ആയി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാര, മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്ത് വരണമെന്നൊന്നുമില്ല. നമ്മളെന്തായാലും പുട്ട് ആവിയിൽ വേവിക്കുന്ന സമയത്ത് അത് വെന്തോളും. അപ്പോൾ ഒന്നൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞങ്ങളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയാലും വീടിൻ്റെ അകത്തേക്കൊന്നും ആയിട്ടില്ല. വീട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഉള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് ഉമ്മാനെ മാറ്റി താമസിപ്പിച്ചിട്ടാണ്. എൻ്റെ വീട് നിൽക്കുന്നിടത്ത് അങ്ങനെ വെള്ളമൊന്നും കയറില്ല. മേപ്പാടി അടുത്ത് തന്നെയാണ്, ഏകദേശം അടുത്ത് തന്നെയാണ് ഞങ്ങളും. അപ്പം വലിയൊരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടെ, മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അവിടെ ക്യാമ്പിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ മോനൊക്കെ അവിടെ പോയി ഫുഡൊക്കെ പാക്ക് ചെയ്യുകയും പിന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുക, അവരൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി അങ്ങനെ ഒരു ദുരന്തമൊന്നും നമ്മളെ ഇതിലുണ്ടാവാതിരിക്കട്ടെ. വന്നു പോയവർക്കൊക്കെ ഒരു മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യട്ടെ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊന്ന് വോയിസ് കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ.